ഗണപതിയുടെ ഒറ്റക്കൊമ്പ്. വർഷങ്ങൾക്കു മുമ്പ് വ്യാസമഹർഷിക്ക് മഹാകവ്യമായ മഹാഭാരതം എഴുതാൻ ഒരാളെ വേണം. എഴുതുമ്പോൾ ഒരു നിമിഷം പോലും നിർത്താത്ത ഒരാൾ. വ്യാസൻ ബ്രഹ്മാവിനെ പ്രാർത്ഥിച്ചു. ബ്രഹ്മാവു പറഞ്ഞു, ആ ദൗത്യം ചെയ്യാൻ കഴിയുക ഒരാൾക്ക് മാത്രമാണ്, ഗണപതി. വ്യാസൻ കൈലാസത്തിലേക്ക് യാത്ര ചെയ്തു. ശിവപാർവതിമാരുടെ മുന്നിൽ കുനിഞ്ഞ് ഗണപതിയോട് പറഞ്ഞു, പ്രഭു, മഹാഭാരതം എഴുതാൻ ഇന്നീ സഹായിക്കണമേ. ഗണപതി പുഞ്ചിരിച്ചു പറഞ്ഞു, ഞാൻ എഴുതും, പക്ഷേ നീ പറഞ്ഞുകൊണ്ടിരിക്കണം, നിർത്താതെ. നിർത്തിയാൽ ഞാൻ എഴുതുകയില്ല. വ്യാസനം ചിരിച്ചു പറഞ്ഞു, അതെ, എന്നാൽ നീ എഴുതുന്നതിനു മുൻപ് ഓരോ ശ്ലോകവും പൂർണ്ണമായി മനസ്സിലാക്കണം. അങ്ങനെ ആ രണ്ട് ബുദ്ധിമാന്മാർ മഹത്തായ പരീക്ഷണം തുടങ്ങി. വാക്കുകൾ ഒഴുകി. കഥകൾ, യുദ്ധങ്ങൾ, സത്യങ്ങളെല്ലാം ആ ശബ്ദത്തിൽ നിന്ന് ജനിച്ചു. ഗണപതി ആ വാക്കുകൾ വേഗത്തിലെഴുതി. പെട്ടെന്നു അവന്റെ എഴുത്തുപേന തകർന്നു. എന്നാൽ നിൽക്കാൻ പാടില്ല, കാരണം അവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഗണപതി ഒരു നിമിഷം പോലും ആലോചിച്ചില്ല. സ്വന്തം കൊമ്പൊടിച്ച് പുതിയ പേനയാക്കി. ഒറ്റക്കൊമ്പുകൊണ്ടവൻ എഴുതിക്കൊണ്ടേയിരുന്നു. ദേവതകൾ നിശ്ശബ്ദമായി നോക്കിനിന്നു. പാർവതി അഭിമാനത്തോടെ ചിരിച്ചു. ശിവൻ മൗനത്തിൽ പുഞ്ചിരിച്ചു. കാരണം മകൻ പഠിപ്പിച്ചിരിക്കുന്നു. ജ്ഞാനത്തിനായി ചെയ്യുന്ന ത്യാഗം, അതാണ് യഥാർത്ഥ ഭക്തി. അവസാനം വ്യാസൻ പറഞ്ഞു, പ്രഭു, നീ പഠിപ്പിച്ചിരിക്കുന്നു. മഹത്വത്തിനായി ഒരു ഭാഗം പോലും വിട്ടുകൊടുക്കുന്നത് ത്യാഗത്തിന്റെ മഹിമയാണ്. ആ ദിവസം മുതൽ ഗണപതിക്ക് പുതിയൊരു നാമം ലഭിച്ചു, ഏകദന്തൻ, ഒറ്റക്കൊമ്പുള്ള ദൈവം.